നമസ്കാരം. ഞാൻ ബിജി ഷോൾഡർ പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. ഓരോ ദിവസത്തെ മാർക്കറ്റ് സംഭവിച്ചത് വരാൻ പോകുന്ന ദിവസങ്ങളിലെ മാർക്കറ്റ് മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് സംഭവിച്ച് നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏരിയ നോക്കാം. ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏരിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൻ്റെ ഇടയിലായിരുന്നു. നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് എക്സാക്ട് എൻട്രി എപ്പോഴും സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എൻട്രി, അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി. 24,415 ഹോൾഡ് ചെയ്തുകൊണ്ട് 25,450 മുകളിലേക്ക് ഒരു ക്യാനൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിരുന്നത്. ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ അത്യാവശ്യം മൊമെൻറ്റം മാർക്കറ്റിൽ കിട്ടും. ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് പിന്നെ നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 25,560 560 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് സ്ട്രഗിൾ ചെയ്തിരുന്നു. 560 610 ഈ റേഞ്ചിൻ്റെ ഇടയിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് ഇൻട്രാഡേ സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. അതിനുശേഷം ഈ റെസിസ്റ്റൻസിൻ്റെ ഏരിയയിൽ നിന്ന് 25,560 റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റിൽ നല്ലൊരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായി. അതിന് ശേഷമായാലും മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഹയർ ലെവൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റിൽ പ്രഷറായിട്ട് നിലനിൽക്കുന്നതാണ് കണ്ടിരുന്നത്. ഇതിന് മുകളിലേക്ക് പോയാലും വീണ്ടും താഴത്തേക്ക് വരുന്നു. അവസാനത്തെ ഒരു സെക്ഷനിലായാലും ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു. 27,450 സപ്പോർട്ട് ഈ ഒരു ലെവല് ഹോൾഡ് ചെയ്തില്ല. വളരെ ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്തിരുന്നു. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയുടെ താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 27,405 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിക്ക് വീണ്ടും ഇന്നും ഒരു റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 4 ദിവസങ്ങളിൽ ഡെയിലി ക്യാൻഡിൽ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, സപ്പോർട്ടിൽ നിന്നൊരു ബൗൺസ് ചെയ്യും. അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്. 25,430 അടുത്ത് തന്നെ ആ ഒരു ബൗൺസ് ചെയ്തു. 25,610 റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വരെ പോയി. അതിനുശേഷം വീണ്ടും ഫാൾ വന്നു 400 ആ റേഞ്ചിൻ്റെ ഇടയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും. പക്ഷേ 200-300 റേഞ്ചിൻ്റെ അടുത്തായിരിക്കും നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വരുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി ഒരു ഗ്രീൻ ക്യാനിൽ ഫോം ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊരു ലെവലിലാണ് നമുക്ക് കൃത്യമായിട്ടൊരു എൻട്രി എടുക്കേണ്ടത്, ഏതൊരു ലെവലിലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് കൃത്യമായിട്ട് പറയുന്ന ഒരു പ്ലാൻ അനുസരിച്ച് മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വരാൻ പോകുന്നൊരു ദിവസങ്ങളിലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏതാണ് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 25,438. ഇതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ലെവല് 500 തൊട്ട് താഴെ ഇത് മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയാലും തുടക്കത്തിൽ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ ഇത് ഒന്ന് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലായിരിക്കണം. അതായത് ഈ യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആയിരിക്കണം എപ്പോഴും നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി വരേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ മുകളിൽ പോയാലും ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത്, കാരണം ഇതിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എപ്പോഴും ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് എപ്പോഴും എൻട്രി, അതാണ് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ളൊരു എൻട്രി. അതിനനുസരിച്ചാണ് നമ്മളെപ്പോഴും ട്രേഡുകൾ തരുന്നത്, സപ്പോർട്ട് റെസിസ്റ്റൻസ് തരുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിലായാലും നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മുടെ റെസിസ്റ്റൻസ്, മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് 600 മുകളിലാണ്. ഇപ്പോൾ സപ്പോർട്ടിൻ്റെ അടുത്താണ്, റെസിസ്റ്റൻസിൻ്റെ അടുത്താണ് എപ്പോഴും നമ്മൾ ആ ഒരു എൻട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറ്. ആ ഒരു ലെവലിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാളായാലും മാർക്കറ്റിൽ വരുന്നത്. അതേപോലെ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി ആയാലും ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ്, 25,500 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 27,435 പ്രത്യേകം ശ്രദ്ധിക്കുക. 435 താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വരും. പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ളത് നല്ലൊരു സാധ്യത മാർക്കറ്റിൽ കാണണം. അതായത് 24,438 435 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 27,438 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്കായിട്ടുള്ള
മൊമെന്റം മാർക്കറ്റിൽ കിട്ടും. ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലോവർ എടുത്ത് സപ്പോർട്ട് കാണുന്നുണ്ടെങ്കിലും അത് മൈനറായിട്ടുള്ള സപ്പോർട്ടാണ്, നിലനിൽക്കാൻ സാധ്യത കുറവാണ്. നല്ല സപ്പോർട്ട് കാണുന്നത് 310 അടുത്താണ്. 27,310, 27,310 ഈ ഒരു ലെവലിലൊക്കെ 300 താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഷോർട്ട്സ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ബൈക്ക് കൂടുതൽ സാധ്യതയുണ്ട്. നമ്മുടെ സപ്പോർട്ട് ലെവലുകൾ തരുന്നുണ്ട്. 27,280 സപ്പോർട്ട് നൽകുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടിൽ നല്ല ബൈ എടുക്കേണ്ടത് 310 മുകളിൽ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യുമ്പോൾ, അതായത് 280 ഹോൾഡ് ചെയ്തുകൊണ്ട് 310 മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യുമ്പോൾ, ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്ത ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് വരെ മുകളിലേക്ക് ഒരു മൊമെന്റം കിട്ടും. പക്ഷേ 27,250 താഴെ ഓപ്പൺ ചെയ്താൽ വീക്ക്നെസ് ആണ്. പക്ഷേ 310 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ടായിരിക്കണം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ ഒരു ലെവല് വളരെ ശ്രദ്ധിക്കണം. ലോവർ ലെവലിലേക്ക് വന്നാലും 200 താഴത്തേക്ക് വന്നാലും 27,220 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ 25,220 മുകളിലേക്ക് ഒരു ക്യാനിൽ 5 മിനിറ്റ് ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട് 27,197. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. പറയുന്നൊരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ് നിലനിൽക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകരുത്. അതായത് 27,200 താഴെ, 27,197 താഴെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഷോർട്ട് സെല്ല് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട് സെല്ല് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് 27,120, 27,120 ഈ ലെവലിൽ നമ്മൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ച് 27,220 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പൊസിഷൻ എക്സിറ്റ് ചെയ്തുകൊണ്ട് ബൈയിലേക്ക് കടക്കണം. കാരണം ഈ ഒരു ലെവല് നിഫ്റ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. മാർക്കറ്റിൻ്റെ ഒരു ചോപ്പി മൊമെൻറ്റത്തിന് സാധ്യത കൂടുതലുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഇതേ രീതിയിൽ മാനേജ് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് നല്ല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. റെസിസ്റ്റൻസിന് മുകളിൽ പോയാലും റെസിസ്റ്റൻസിൻ്റെ താഴത്തേക്ക് വരുന്നൊരു സമയത്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും ഈ ഒരു ലെവലിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും റെസിസ്റ്റൻസ് ഇവിടെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് മാനേജ്, കാരണം സ്റ്റോപ്പ് ലോസ് നമുക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു മുകളിലാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അതേപോലെ തന്നെ 27,433, 27,490 ഇതിൻ്റെ മുകളിലാണ് മെയിനായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ കേസ് പറയുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിലല്ല, ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്യുന്നത്, 27,350 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നത്. താഴത്തേക്ക് വന്നാലും വെയിറ്റ് ചെയ്യുക. 310 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 27,490 മുകളിലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ വീണ്ടും ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ 25,550 ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇൻ കേസ് ഇതിൻ്റെ ഒരു മുകളിലേക്ക് പോയാൽ 550 താഴത്തേക്ക് വന്നാലാണ് റിവേഴ്സ് ആവുള്ളൂ. അതായത് 550 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താലാണ് റിവേഴ്സ് ആകുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഈ ഒരു ലെവലിൽ തൊട്ടടുത്ത് റെസിസ്റ്റൻസുകൾ എടുത്തിട്ടുണ്ട്. കാരണം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാനാണ്. പെട്ടെന്ന് ഒരു റിജക്റ്റ് ആവുന്ന ഒരു സമയത്ത് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് പെർഫെക്റ്റ് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് 27,575. അതേപോലെ തന്നെ 27,810, 27,610, 620 610 മുകളിൽ നിലനിന്ന ബൗൺസ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക. 610 ഒരു മുകളിലാണ് നിലനിൽക്കുന്നതെങ്കിൽ 665 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. പക്ഷെ എപ്പോഴും ആ ഒരു റൈറ്റ് ബൈക്ക് സാധ്യത ലോവർ ലെവല് സപ്പോർട്ടിൻ്റെ അടുത്തു നിന്നാണ് ഒരു ബൈയുടെ ഒരു സാധ്യത, ബൗൺസിനുള്ള സാധ്യത നമ്മൾ കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മെയിനായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ മാർക്കറ്റിലെ ഏറ്റവും നല്ലൊരു മൂവ്മെൻറ്റും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക്